ഹരേ കൃഷ്ണ. ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും വന്നതിൽ ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഹരേ കൃഷ്ണ. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗലിതം ഫലം ശുഖമുഖാദമൃതാദ്രവ്യസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോരസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷ്വഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠുകീ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. കഥാഞ്ചന സ്മൃതേ അസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമിതം. ഹരി ഓം തത്സത്. സർവശാസ്ത്രാബ്ധിപീയൂഷ സർവവേദൈകസത്ഫല സർവസിദ്ധാന്തരത്നാഢ്യ സർവലോകൈകതൃപ്രദാ സർവഭാഗവത പ്രാണ ശ്രീമദ്ഭാഗവത പ്രഭോ കലിധ്വന്ദോദിതാദിത്യ ശ്രീകൃഷ്ണ പരിവർത്തിത. പരമാനന്ദ പാഠായ പ്രേമവർഷ്യക്ഷരായത്തെ സർവദാ സർവവിസേവ്യായ ശ്രീകൃഷ്ണായ നമോസ്തുതേ. മദേകബന്ധോ മത്സംഖിൻ മദ്ഗുരോ മന്മഹാധന മന്നിസ്താര മദ്ഭാഗ്യ മദാനന്ദ നമോസ്തുതേ. നിരന്തര ശ്രീമദ്ഭാഗവതം കി ജയ്. ഹരേ കൃഷ്ണ. വെൽക്കം എവരിബഡി. എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും നിങ്ങളുടെ വിലപ്പെട്ട ഈ ഒരു സമയം, അതായത് സമയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതായത് കുറേ സമയങ്ങൾ കൂടുന്നത്, വർഷങ്ങളെ നമുക്ക് മാസങ്ങളായിട്ടും ആഴ്ചകളായിട്ടും ദിവസങ്ങളായിട്ടും മണിക്കൂറുകളായിട്ടും മിനിറ്റുകളായിട്ടും സെക്കൻഡുകളായിട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പല മിനിറ്റുകൾ ചേർന്ന് പല മണിക്കൂറുകൾ ആയി, പല ദിവസങ്ങളായി, പല ആഴ്ചകളായി, പല വർഷങ്ങളായി ചേർന്ന് എല്ലാം കൂടെ ചേരുന്നതാണ് നമ്മളുടെ
ഡ്യൂറേഷൻ ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത്. അപ്പൊ ആ ജീവിതത്തിന്റെ ഭാഗമായ ആ സമയം നമ്മൾ എത്രയും മനോഹരമായ രീതിയിൽ ഉപയോഗപ്രദമാക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ഉദ്ദേശ്യം. അത് ഭഗവാന്റെ സേവനത്തിലും ഭഗവാന്റെ കഥകൾ ശ്രവിക്കുന്നതിലും തിരുനാമം ജപിക്കുന്നതിലുമായിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഭഗവത് കാര്യങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഭഗവാൻ കാണുകയും അതിൽ തീർച്ചയായിട്ടും ഭഗവാനും നമ്മുടെ ഗുരു പരമ്പരയിലുള്ള ആചാര്യന്മാരെല്ലാവരും സന്തുഷ്ടരാവുകയും ചെയ്യുമ്പോൾ അവരുടെ പ്രീതി നമ്മൾക്ക് പ്രാപ്തമാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മളുടെ ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള അവസരം നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. സോ അതിന് എല്ലാ ദിവസവും രാവിലെ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും ഞാൻ എൻ്റെ ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ശ്രീമദ് ഭാഗവത്തിലെ 3-ാമത്തെ സ്കന്ധത്തിലെ മൈത്രേയുമായുള്ള വിതുരന്റെ സംഭാഷണങ്ങൾ എന്ന 5-ാമത്തെ അധ്യായത്തിലെ ദേവന്മാർ ഭഗവാൻ കാരണോദകശായ വിഷ്ണുവിന് അർപ്പിക്കുന്ന പ്രാർത്ഥനയുടെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ കണ്ടു 44-ാമത്തെ ശ്ലോകം വരെ നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. ഇന്ന് നമുക്ക് 45-ാമത്തെ ശ്ലോകം നോക്കാം. 43-ാമത്തെ ശ്ലോകം വരെ നമ്മൾ കണ്ടത് എങ്ങനെയാണ് ദേവന്മാര് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ പ്രകീർത്തിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ 43-ാമത്തെ ശ്ലോകം വരെ കണ്ടു. 44 മുതലുള്ള ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് 47 വരെയുള്ളത് എന്താണ് ക്വാളിഫിക്കേഷനും ഡിസ്ക്വാളിഫിക്കേഷനും, അല്ലെങ്കിൽ എങ്ങനെയുള്ളവർക്കാണ് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ പ്രാപിക്കാൻ സാധിക്കുന്നത്, എങ്ങനെയുള്ളവർക്ക് അതിന് സാധിക്കത്തില്ല എന്ന് ദേവീദേവന്മാർ പറയുകയാണ് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ കണ്ടത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ എത്താൻ സാധിക്കാത്തത് ആർക്കാണെന്നാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ആർക്കെങ്കിലും ഒന്ന് പെട്ടെന്ന് പറയാമോ? എന്താണ് ഇന്നലത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്? ആർക്ക് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ പ്രാപിക്കാൻ സാധിക്കത്തില്ല എന്ന് കണ്ടു? ആരെങ്കിലും കൈ ഒന്ന് ഉയർത്തിയാൽ. യെസ്, രുക്മിണി മാതാജി പറഞ്ഞോട്ടെ. ഹരേ കൃഷ്ണ. മിഥ്യാഹങ്കാരത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഭഗവാന്റെ. വെരി ഗുഡ്, വെരി ഗുഡ്. എന്താണ് മിഥ്യാഹങ്കാരം? ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്യാമോ? എന്റെ ശരീരം, ഞാനാണ്, എന്റെ ശരീരമാണെന്നുള്ള ചിന്ത, എന്റെ ശരീരമാണെല്ലാം എന്നുള്ള ചിന്ത. കറക്റ്റ്, കറക്റ്റ്. ഞാനെന്ന് മാത്രമാണോ? അതിനകത്ത് ഒന്നുകൂടി എക്സ്റ്റൻഷൻ ഇല്ലേ? ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ കൊടുത്തില്ല. ഞാനും എന്റെ ശരീരമാണ്, എന്റെ ശരീരമാണെല്ലാം എന്നുള്ള ചിന്തയല്ലേ? അതെ അതെ, അത് കറക്റ്റ്. അത് 100% പെർഫെക്റ്റ്ലി ഫൈൻ. അതിനോട് ചെറിയ എക്സ്റ്റൻഷൻ കൂടെ വരുന്നുണ്ട്. വെരി ഗുഡ്. എന്റേത്. യെസ്, വെരി ഗുഡ്. താങ്ക് യു, താങ്ക് യു. ഞാനും എന്റേതും എന്ന് തോന്നൽ. അതായത് ഞാന് യെസ് ഐ എം ഓക്കെ, ഞാനെന്ന ചിന്തയുണ്ട്. ദാറ്റ് ഈസ് ഫൈൻ, പെർഫെക്റ്റ്ലി ഫൈൻ. പക്ഷെ അതിനോട് എക്സ്റ്റൻഷൻ കൂടെ വരുന്നത്, ഇത് എന്റേത്, അല്ലെങ്കിൽ എന്റെ ഭാര്യ, എന്റെ കുടുംബം, എന്റെ സ്വത്ത്, എന്റെ വീട്, എന്റെ രാജ്യം എന്നുള്ള തോന്നലുകൾ ഉണ്ടാവുന്നത് കൂടി ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. അതാണ് ഞാൻ എൻ്റെ എക്സ്റ്റൻഷൻ എന്ന് ചോദിക്കാൻ കാരണം. സോ ഞാനും എന്റേതും എന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ അത് മിഥ്യാഹങ്കാരം. പെർഫെക്റ്റ്ലി ഫൈൻ. താങ്ക് യു സോ മച്ച് രുക്മിണി മാതാജി അത് ഷെയർ ചെയ്തതിൽ. സോ ആ തോന്നൽ ഉള്ളവർക്ക് എന്ത് സംഭവിക്കുമെന്നാ പറയുന്നത്? ഭൗതിക ബന്ധനസ്ഥനാണല്ലോ ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. എന്താണ് ദേവീദേവന്മാർ ഈ ഒരു ശ്ലോകത്തിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്? എന്താണ് അങ്ങനെയുള്ള തോന്നൽ ഉള്ളവർക്ക് ഭഗവാന്റെ ഒരാൾ മാതാജി, ഏത് മാതാജി പറയാൻ വന്നേ? യെസ്, അശോക് മാതാജി അല്ല, വേറെ ഒരാൾ പറയാൻ തുടങ്ങി. ആരായിരുന്നു? ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ എത്തിച്ചേരാൻ സാധിക്കില്ല. യെസ്, ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ എത്തിച്ചേരാൻ സാധിക്കത്തില്ല. Your lotus feet are unapproachable by those bound by thoughts of I and mine, although you dwell in their bodies. അതാണ് ആ ശ്ലോകത്തിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. എന്താണ്? അവരുടെ തന്നെ ശരീരത്തിൽ ഭഗവാന്റെ പാദാംബുജങ്ങളുണ്ട്. അവരുടെ ഹൃദയത്തിൽ, അവരുടെ മനസ്സിൽ, അല്ലെങ്കിൽ ആ ഭഗവാന്റെ പരമാത്മാ രൂപത്തില് ഭഗവാൻ അവരുടെ തന്നെ ഉള്ളിൽ വസിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ഞാൻ എന്റേത് എന്ന മിഥ്യാഹങ്കാരം കൊണ്ട് അവർക്കത് കാണാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ദേ ആർ അൺഅപ്രോച്ചബിൾ. അതിലേക്ക് അവർക്ക് അടുത്തെത്താൻ സാധിക്കുന്നില്ല. മനോഹരമായ ഒരു ഭാഗമാണ് നമുക്ക് അതിൽ കൂടി കാണാൻ സാധിക്കുന്നത്. നമുക്ക് നോക്കാം ഇനി 45-ാമത്തെ ശ്ലോകത്തിൽ എന്താണെന്ന്. താൻ വൈ ഹ്രസദ്വൃത്
ക്ഷിഭിര്യേ പരാഹൃതാന്തർമനസാ പരേശ അഥോ ന പശ്യന്ത്യുര ഉരുഗായനൂനം ഏതേ പദന്യാസ വിലാസലക്ഷ്മ്യാ. വിവർത്തനം ഭാവാർത്ഥം ശിലപ്രഭുപാദരുടെ. ശിലപ്രഭുപാദ് കി ജയ. ഓ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ, തെറ്റുകൾ ചെയ്യുന്നവരുടെ അന്ധക്കരണം ഭൗതിക പ്രവർത്തനങ്ങളാൽ ബാധിതമാകയാൽ, ശ്രദ്ധിച്ച് കേൾക്കുക, തെറ്റുകൾ ചെയ്യുന്നവരുടെ അന്ധക്കരണം ഭൗതിക പ്രവർത്തനങ്ങളാൽ ബാധിതമാകയാൽ അവർക്ക് അങ്ങയുടെ അരവിന്ദ പാദങ്ങൾ ദർശിക്കുവാൻ കഴിയുകയില്ല. പക്ഷേ അങ്ങയുടെ കർമ്മങ്ങളുടെ അതീന്ദ്രിയ ആനന്ദം മാത്രം ലക്ഷ്യമാക്കുന്ന പരിശുദ്ധ ഭക്തന്മാർക്ക് അവയുടെ ദർശനം സാധ്യമാകും. സോ ഇത് രണ്ട് കാറ്റഗറിയെ കുറിച്ചും പറയുന്നുണ്ട്. ആർക്ക് സാധിക്കത്തില്ല, ആർക്ക് സാധിക്കും എന്നുള്ളത് ഇവിടെ സ്പെസിഫൈ ചെയ്യുകയാണ് ദേവന്മാർ ചെയ്യുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? തെറ്റുകൾ ചെയ്യുന്നവരുടെ അന്ധക്കരണം ഭൗതിക പ്രവർത്തനങ്ങളാൽ ബാധിതമാകയാൽ. സോ അതുകൊണ്ടാണ് അവിടെ പ്രയാസം. ഭൗതിക പ്രവർത്തനങ്ങളുമായിട്ട് ബാധിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭൗതികമായ ചിന്തകളാൽ ബാധിച്ചിരിക്കുകയാണ് അവരുടെ മനസ്സും കാര്യങ്ങളെല്ലാം. അതുകൊണ്ടാണ് അവർക്ക് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ദർശിക്കുവാൻ സാധിക്കത്തില്ല. പക്ഷെ അങ്ങയുടെ കർമ്മങ്ങളുടെ അതീന്ദ്രിയാനന്ദം മാത്രം ലക്ഷ്യമാക്കുന്ന പരിശുദ്ധ ഭക്തൻ ഭഗവാന്റെ ലീലകൾ ജന്മ കർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോവാച. ഭഗവാന്റെ ജന്മത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരത്തെക്കുറിച്ചും ഭഗവാന്റെ ലീലകളെക്കുറിച്ചും ഭഗവാൻ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ചും ഒക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് ആ അതീന്ദ്രിയ ആനന്ദം മാത്രം ലക്ഷ്യമാക്കുന്ന പരിശുദ്ധ ഭക്തന്മാർക്ക് അവയുടെ ദർശനം സാധ്യമാകും. വളരെ ഡീപ്പായിട്ടുള്ള ഒരു നോളജാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ നമ്മൾ എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ ഡീപ്പായിട്ട് ഈ ഒരു കാര്യത്തിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഭഗവാന്റെ ജന്മവും കർമ്മത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മറ്റു ഭൗതികപരമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എത്രമാത്രം നമ്മൾ ചിന്തിക്കുന്നുവോ അത്രമാത്രം നമ്മൾ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ നിന്ന് ദൂരെ പോവുകയാണ്. നമുക്ക് നോക്കാം ചില പ്രഭാതയുടെ ഭാവാർത്ഥത്തിൽ എന്താണ് പറയുന്നത്. ഐ തിങ്ക് മേ ബി 3 ആൾക്കാർക്ക് വായിക്കാം. 3 പാരഗ്രാഫ് ഉണ്ട്. ഓരോരോ പാരഗ്രാഫായിട്ട് താല്പര്യമുള്ളവർ മുമ്പോട്ട് വന്നിട്ട്. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്. ഫസ്റ്റ് പാരഗ്രാഫ് മായാതീത മാതാജി വായിച്ചാട്ട്, സെക്കൻഡ് പാരഗ്രാഫ് വിഷ്ണുപ്രിയ മാതാജി വായിച്ചാട്ട്, മൂന്നാമത്തെ ആരാണ്? ഓക്കെ, ആര്? കോമള. അല്ല, രുക്മിണി മാതാജി കൈ ഉയർത്തിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൈ ഉയർത്തുന്നവർക്കാണ്. സോ ഫസ്റ്റ് പാരഗ്രാഫ് മായാതീത മാതാജി, സെക്കൻഡ് പാരഗ്രാഫ് വിഷ്ണുപ്രിയ മാതാജി, തേർഡ് പാരഗ്രാഫ് രുക്മിണി മാതാജി. ഓക്കെ, അടുത്ത ശ്ലോകം നമ്മൾ നോക്കുമ്പോൾ സുകോമള മാതാജിക്ക് വായിക്കാം. കൈ ഉയർത്തണം മാതാജി, പറയുമെന്ന് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യത്തില്ല. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ശ്രീല പ്രഭു അതിക്ക് ജയ്. ഭഗവത്ഗീത 18:61 പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ ഭഗവാൻ എവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരുവന് സ്വാഭാവികമായും തന്നിൽ തന്നെ ഭഗവാനെ ദർശിക്കുവാൻ സാധിക്കും. പക്ഷേ അന്തർനേത്രങ്ങൾ ഭൗതിക കർമ്മങ്ങളാൽ നിബിഡമായിരിക്കുന്ന ഒരുവന് അതിന് കഴിയില്ല. അവബോധം ശരീരത്തിൽ ഉടനീളം വ്യാപൃതമാകയാൽ അവബോധ ലക്ഷണങ്ങളുള്ള പരിശുദ്ധമായ ഒരാത്മാവിനെ സാധാരണ മനുഷ്യന് പോലും നിഷ്പ്രയാസം തിരിച്ചറിയാൻ കഴിയും. മനസ്സിനെ ഏകാഗ്രമാക്കുവാനും തദ്വാര സ്വന്തം ഉള്ളിൽ ഭഗവത്പാദം ദർശിക്കുവാനും സാധ്യതമാക്കുന്ന യോഗ സമ്പ്രദായം ഭഗവത്ഗീത നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ ഭഗവാനുമായി യാതൊരു ബന്ധവുമില്ലാതെ പരമസാക്ഷാത്കാരമെന്ന് അവർ അവകാശപ്പെടുന്ന അവബോധത്തോട് മാത്രം ബന്ധമുള്ള യോഗികളെന്ന് പറയപ്പെടുന്ന ധാരാളം പേരുണ്ട്. അത്തരം അവബോധ സാക്ഷാത്കാരം മിനിറ്റുകൾക്കുള്ളിൽ സ്വായത്തമാക്കാൻ ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ നാമം കൊണ്ട് മാത്രം യോഗികളായവർക്ക് ആ അവബോധം പ്രാപ്തമാക്കാൻ വർഷങ്ങളോളം കടുത്ത പരിശീലനം വേണ്ടിവരുന്നു. അവർ ഭഗവത് പാദാംബുജങ്ങളിൽ അപരാധം ചെയ്യുകയാലാണത്. ഭഗവാന്റെ അസ്തിത്വവും വ്യക്തിഗതാത്മാക്കളുടെ അസ്തിത്വവും വ്യത്യസ്തമാണെന്നതിന്റെ നിഷേധം, അഥവാ ഭഗവാനും ജീവാത്മാവും ഒന്നും ഒരുപോലെയുമാണെന്ന വാദമാണ് ഏറ്റവും വലിയ അപരാധം. പ്രതിഫലന ആശയത്തെ തെറ്റായി വ്യാഖ്യാനം ചെയ്യുന്ന നിർവ്യക്തികവാദികൾ വ്യക്ത
വ്യക്താവബോധവും പരമോന്നത അവബോധവും ഏകമാണെന്ന് തെറ്റായി അംഗീകരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാം. ഹരേ കൃഷ്ണ പ്രഭുജി പ്രണാമം. ആത്മാർത്ഥതയുള്ള ഏതൊരു സാധാരണ മനുഷ്യനും പരമോന്നതന്റെ പ്രതിഫലനാശയം നിഷ്പ്രയാസം ഗ്രഹിക്കാൻ സാധിക്കും. ജലാശയത്തിൽ ആകാശത്തിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമ്പോൾ അതിൽ തെളിഞ്ഞു കാണുന്ന ആകാശവും നക്ഷത്രങ്ങളും ഒരുപോലെയല്ലെന്ന് ആർക്കും മനസ്സിലാകും. നക്ഷത്രങ്ങൾ പൂർണ്ണാകാശത്തിന്റെ ഭാഗങ്ങൾ മാത്രമാണ്. അവ ആകാശത്തിന് തുല്യമല്ല. ആകാശത്തിനും നക്ഷത്രങ്ങൾക്കും ഒന്നാകാനും ഒന്നുപോലെ ആകാനും കഴിയില്ല. പരമോന്നതാവബോധം വ്യക്താവബോധത്തിൽ നിന്ന് വിഭിന്നമാണെന്ന് അംഗീകരിക്കാത്ത അതീന്ദ്രിയതാവാദികളും ഭഗവാന്റെ അസ്തിത്വത്തെ പോലും നിഷേധിക്കുന്ന ഭൗതികതാവാദികളും തുല്യ അപരാധികളാവുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, പ്രണാം പ്രഭുജി. അത്തരം അപരാധികൾക്ക് ഭഗവാന്റെ പത്മപാദങ്ങൾ സ്വന്തം ഹൃദയത്തിൽ ദർശിക്കുവാനോ ഭഗവാന്റെ ഭക്തന്മാരെ ദർശിക്കുവാനോ കഴിയില്ല. ഭഗവത് ഭക്തന്മാർ കരുണയുള്ളവരാകയാൽ ദൈവ അവബോധം ഉണർത്തുവാൻ എല്ലാ സ്ഥലങ്ങളിലും ചുറ്റി നടക്കുന്നു. അപരാധികൾക്ക് ഭഗവാന്റെ ഭക്തന്മാരെ സ്വീകരിക്കുവാനുള്ള ഭാഗ്യമില്ല. അപരാധികളല്ലാത്ത സാധാരണ മനുഷ്യർ ഭഗവത് ഭക്തന്മാരാൽ വളരെ വേഗം സ്വാധീനിക്കപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെടുത്തി ദേവർഷി നാരദന്റെയും ഒരു വേട്ടക്കാരന്റെയും രസകരമായ ഒരു കഥയുണ്ട്. വനത്തിലെ ഒരു വേട്ടക്കാരൻ മഹാപാപിയായിരുന്നെങ്കിലും അവന്റെ തെറ്റുകൾ മനഃപൂർവ്വം ഉള്ളവ ആയിരുന്നില്ല. അവൻ നാരദന്റെ സാന്നിധ്യത്താൽ സ്വാധീനിക്കപ്പെട്ട് വീടും കുടുംബവും ഉപേക്ഷിച്ച് ഭക്തിപാത സ്വീകരിക്കാമെന്ന് സമ്മതിച്ചു. അതേസമയം നല്ല കുവരൻ, മണിഗ്രീവൻ എന്നീ ദേവന്മാർ പോലും അപരാധം ചെയ്തതിന്റെ പേരിൽ അടുത്ത ജന്മത്തിൽ വൃക്ഷങ്ങളാകാൻ ശിക്ഷിക്കപ്പെട്ടു. പിന്നീട് ഒരു ഭക്തന്റെ കനിവാൽ ഭഗവാൻ മോചനം നൽകിയെങ്കിലും ഭക്തന്മാരുടെ കൃപ ലഭിക്കുന്നത് വരെ ക്ഷമിച്ചു നിന്നാൽ അപരാധികൾക്കും ഭഗവാന്റെ പാതാര ബിന്ദ ദർശനത്തിന് ഭാഗ്യമുണ്ടാകും. എന്നാൽ അപരാധങ്ങൾ ചെയ്യുകയായാലും കൂടുതൽ ഭൗതികതയിൽ മുഴുകുകയായാലും അവർക്ക് ഭഗവത് ഭക്തന്മാരെ പോലും ദർശിക്കുവാൻ കഴിയുന്നില്ല. ഭക്തന്മാർ എന്തായാലും അത്തരം വിഡ്ഢികളുടെ അപരാധങ്ങളും ശരീര താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളും ഗൗരവമായി കണക്കിലെടുക്കാറില്ല. അവർ അപരാധികൾക്ക് ഭക്തിയുടെ അനുഗ്രഹം ലഭ്യമാക്കാനുള്ള തങ്ങളുടെ ശ്രമങ്ങൾ യാതൊരു ശങ്കയും കൂടാതെ തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് ഭക്തരുടെ സ്വഭാവം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രജി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. വായിച്ച് തന്ന 3 പേർക്കും നന്ദി. സോ അപ്പൊ ഇവിടെ നമുക്ക് കേൾക്കാനിടയായി വളരെ മനോഹരമായിട്ട് ശില പ്രഭുപാദ് ഈ ഒരു തത്വത്തെ നമുക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നുണ്ട്. പല ആംഗിളിൽ കൂടി നമുക്കതിനെ ശില പ്രഭുപാദ് മനസ്സിലാക്കി തരുന്നുണ്ട്. സോ എന്താണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്? ഏവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് ഭഗവത്ഗീതയിൽ കൺഫേം ചെയ്തു. ഒരുവന് സ്വാഭാവികമായും തന്നിൽ തന്നെ ഭഗവാനെ ദർശിക്കുവാൻ സാധിക്കും. പക്ഷേ അന്തർനേത്രങ്ങൾ ഭൗതിക കർമ്മങ്ങളാൽ നിബിഡമായിരിക്കുന്ന ഒരുവന് അതിന് കഴിയുകയില്ല. സോ നമ്മുടെ ഉള്ളിൽ തന്നെ ഭഗവാൻ ഇരിക്കുകയാണ്. പക്ഷേ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങളുടെ പാപപുണ്യകർമ്മങ്ങളുടെ രണ്ടുമായിക്കൊള്ളട്ടെ, പാപപുണ്യകർമ്മങ്ങളുടെ ആ പൊടിപടലങ്ങൾ കാരണം, എന്താണ് നമ്മൾ ചേതോ ദർപ്പണ മാർജനം എന്ന് എല്ലാ ദിവസവും നമ്മൾ ചൊല്ലാറുള്ളത് പോലെ, സോ ആ കണ്ണാടിയുടെ മുഴുവൻ പൊടിപടലങ്ങൾ അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. അപ്പോ അങ്ങനെ ആ കവറിങ് കാരണം നമുക്കതിനെ വെളിപ്പെടുത്താൻ സാധിക്കുന്നില്ല. അതാണ് ഭൗതിക കർമ്മങ്ങളാൽ നിബിഡമായിരിക്കുന്ന ഒരുവന്. ഹൃദയം നിറച്ച് നിബിഡ വനം എന്ന് പറയത്തില്ലേ, ഇത് ഫുൾ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു വനം. അതുപോലെ നമ്മുടെ ഉള്ളിൽ നിറച്ച് കർമ്മഫലങ്ങളുടെ ആ നിഗൂഢതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുകുന്ദമാല സ്തോത്രത്തില് കുലശേഖര ആൾവാർ പറയുന്ന ഒരു ഭാഗമുണ്ട്. എൻ്റെ ഉള്ളിലേക്ക് നോക്കി, അദ്ദേഹം സ്വയം പറയുകയാണ്, തീർച്ചയായിട്ടും അദ്ദേഹത്തെ കുറിച്ചല്ല, അദ്ദേഹത്തിന് വലിയൊരു ഭക്തനാണ്. ഭഗവാന്റെ കൗസ്തുഭമണി സ്വയമാണ് കുലശേഖര ആൾവാറായിട്ട് വന്നത്. പക്ഷെ അദ്ദേഹം പറയുകയാണ്, ഉള്ളിലേക്ക് നോക്കിയാൽ, നമ്മളെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത്, നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ആഴത്തിൽ ആഗ്രഹങ്ങളുടെ ഒരു നിഗൂഢതയാണ് കാണുന്നത്. അത് തന്നെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആഗ്രഹങ്ങൾ, മുൻജന്മ കർമ്മങ്ങളുടെ പാപപുണ്യ കർമ്മങ്ങളുടെ ഫലങ്ങളുടെ ഒരു നിഗൂഢത അത് വേറെ, ഇനിയും നമുക്ക് തൃപ്തിപ്പെടുത്താനാകാത്ത അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതായ ആഗ്രഹങ്ങളുടെ നിഗൂഢത വേറെ. സോ ഇത് രണ്ടും കൂടെ കൂടിക്കലർന്ന് നമ്മുടെ യഥാർത്ഥ ഐഡന്റിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുക. അത് കാരണം നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കത്തില്ല ഭഗവാന്റെ ആ തൃപ്പാദം എന്നുള്ളതാണ് ഇവിടെ നമുക്ക്. അവബോധം ശരീരത്തിൽ ഉടനീളം വ്യാപൃതമാകയാൽ
അവബോധ ലക്ഷണങ്ങളുടെ പരിശുദ്ധമായ ഒരാത്മാവിനെ സാധാരണ മനുഷ്യന് പോലും നിഷ്പ്രയാസം തിരിച്ചറിയാൻ കഴിയും. എങ്ങനെയാണെങ്കിൽ അത് മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ് നമ്മുടെ കോൺഷ്യസ്നെസ്. അതാണ് ആത്മാവ് എന്ന് പറയുന്ന ഒരു കോൺഷ്യസ്നെസ് ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു ലക്ഷണങ്ങളുടെ പരിശുദ്ധമായ ഒരാത്മാവിനെ സാധാരണ മനുഷ്യന് പോലും നിഷ്പ്രയാസം കാണിക്കും. മനസ്സിനെ ഏകാഗ്രമാക്കുവാനും തദ്വാര സ്വന്തം ഉള്ളിൽ ഭഗവത് പാദം ദർശിക്കുവാനും സാധ്യതമാക്കുന്ന യോഗ സമ്പ്രദായം ഭഗവത്ഗീത നിർദ്ദേശം. സോ ഇത് ഫോളോ ചെയ്താൽ നമുക്ക് ആ അകത്തിലുള്ള ഭഗവാന്റെ പ്രസൻസിനെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഭഗവാനുമായി യാതൊരു ബന്ധവുമില്ലാതെ പരമസാക്ഷാത്കാരമെന്ന് അവർ അവകാശപ്പെടുന്ന അവബോധത്തോട് മാത്രം ബന്ധമുള്ള യോഗികൾ എന്ന് പറയപ്പെടുന്ന ധാരാളം പേരുണ്ട്. അത്തരം അവബോധ സാക്ഷാത്കാരം മിനിറ്റുകൾക്കുള്ളിൽ സ്വായത്തമാക്കാൻ ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് വർഷങ്ങൾ ചെയ്ത് നമ്മൾ ഒരുപാട് വർഷങ്ങൾ തപസ് ചെയ്ത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മൾ നേടുന്ന ആഗ്രഹം അല്ലെങ്കിൽ നേടാൻ ഉദ്ദേശിക്കുന്ന ആ തലത്തിനെ ഭഗവത്ഗീത വളരെ നിഷ്പ്രയാസമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഒരു ലാഡറിനെ കുറിച്ച് രണ്ട് ലാഡറിന്റെ കമ്പാരിസനെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. സോ ഇതിന് എക്സ്പ്രസ് എലിവേറ്റർ ആണ്. ഇത് വളരെ ക്വിക്കായിട്ട് നമുക്ക് മുകളിലേക്ക് ചെല്ലാൻ സാധിക്കും. നമുക്ക് ആ തലത്തിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിയേണ്ട കാര്യം എന്താണ്? അവർ പാദാഭുജങ്ങളിൽ അപരാധം ചെയ്യുന്നതിനാലാണ്. എന്താണ്? പക്ഷെ നാമം കൊണ്ട് മാത്രം യോഗികളായവർക്ക് ആ അവബോധം പ്രാപ്തമാക്കാൻ വർഷങ്ങളോളം കടുത്ത പരിശീലനം വേണ്ടി വരുന്നു. അവർ ഭഗവത് പാദാംബുജങ്ങളിൽ അപരാധം ചെയ്യുന്നവരാണ്. ഭഗവാന്റെ അസ്തിത്വവും വ്യക്തിഗത ആത്മാക്കളുടെ അസ്തിത്വവും വ്യത്യസ്തമാണെന്നതിന്റെ നിഷേധം അഥവാ ഭഗവാനും ജീവാത്മാവും ഒന്നും ഒരുപോലെയുമാണെന്ന വാദം ആണ് അവരെ ഏറ്റവും വലിയ അപരാധം. പ്രതിഫലന ആശയത്തെ തെറ്റായി വ്യാഖ്യാനം ചെയ്യുന്ന നിർവ്യക്തവാദികൾ വ്യക്താവബോധവും പരമോന്നത ബോധവും ഏകമാണെന്ന് തെറ്റായി അംഗീകരിക്കുന്നു. സോ അഹം ബ്രഹ്മാസ്മി, ഞാനും ഭഗവാനും ബ്രഹ്മാവും എല്ലാം, അല്ലെങ്കിൽ ബ്രഹ്മവും ഞാനും എല്ലാം ഒന്നാണ് എന്ന ഒരു അദ്വൈത സിദ്ധാന്തത്തെ കുറിച്ചിട്ടാണ് ഇവിടെ ശ്രീല പ്രഭുപാദ് പ്രതിപാദിക്കുന്നത്. സോ അങ്ങനെയുള്ള അതെല്ലാം ഒരു അപരാധമാണ്, ഭഗവാനോട് ചെയ്യുന്ന അപരാധങ്ങളാണ്. അപ്പൊ ഇതെല്ലാം കൊണ്ടാണ് ഈവൻ മുമ്പ് പറഞ്ഞ പാപപുണ്യ കർമ്മങ്ങളുടെയും നമ്മളുടെ ആഗ്രഹങ്ങളുടെയും ഒക്കെ നിഗൂഢതയല്ലാതെ തന്നെ ഇങ്ങനെയുള്ള ചില ആശയങ്ങളും നമുക്കതിൽ നിബിഡമായ വനങ്ങൾ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇത് കാരണം നമുക്ക് ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല എന്നുള്ളതും കാണുന്നു. കാരണം ഭഗവാൻ ഒരു വ്യക്തിഗതമായ രൂപത്തിൽ കണ്ടെങ്കിൽ മാത്രമേ അവിടെ പാദാംബുജങ്ങൾ എന്നൊരു അർത്ഥം വരുന്നുള്ളൂ. ഒരു വ്യക്തിഗത രൂപം ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാ പാദങ്ങൾ ഉണ്ടാവുക? അപ്പൊ ഭഗവാൻ അരൂപിയാണ്, ഭഗവാൻ ബ്രഹ്മജ്യോതിയാണ്, ഭഗവാൻ ഉള്ളിലിരിക്കുന്ന പരമാത്മാവ് മാത്രമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ പാദാംബുജങ്ങളുടെ ദർശനം നമുക്ക് ഉണ്ടാവുകയില്ല. ഈവൻ ഒരു ആധ്യാത്മികതയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുവനാണ് എങ്കിലും ഭഗവാന്റെ വ്യക്തിഗത രൂപത്തെ മനസ്സിലാക്കാത്ത ഒരുവനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത് ഇറ്റ്സ് അൺആപ്ലിക്കബിൾ, അല്ലെങ്കിൽ അപ്ലൈഡ് അല്ല അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇത് ബാധകമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആത്മാർത്ഥതയുള്ള ഏതൊരു സാധാരണ മനുഷ്യനും പരമോന്നതന്റെ പ്രതിഫലന ആശയം നിഷ്പ്രയാസം ഗ്രഹിക്കാൻ സാധിക്കും. ജലാശയത്തിൽ ആകാശത്തിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമ്പോൾ അതിൽ തെളിഞ്ഞു നിൽക്കുന്ന ആകാശവും നക്ഷത്രങ്ങളും ഒരുപോലെയല്ലെന്ന് ആർക്കും മനസ്സിലാക്കാം. ശ്രീല പ്രഭുപാദ് അവിടെ ഒരു അനാളജി പറയുകയാണ്, ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾ. അപ്പോ ഭഗവാൻ എന്ന് പറയുന്നത് ഒരു ആകാശം പോലെ അങ്ങ് വിശാലമായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ വിശാലത അല്ലെങ്കിൽ ഓംനി പ്രസൻസിനെ കുറിച്ച് അവിടെ കാണിക്കുകയാണ്. അതിലുള്ള നക്ഷത്രങ്ങൾ പോലെയാണ് ഓരോ ജീവാത്മാക്കളും. നമ്മൾ ഒരുപോലെയാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. സോ പരമോന്നത അവബോധം വ്യക്തിഗത ബോധത്തിൽ നിന്ന് വിഭിന്നമാണെന്ന് അംഗീകരിക്കാത്ത അതീന്ദ്രിയവാദികളും ഭഗവാന്റെ അസ്തിത്വത്തെ പോലും നിഷേധിക്കുന്ന ഭൗതികവാദികളും തുല്യ അപരാധികളാകുന്നു. സോ അതാണ് മുമ്പ് പറഞ്ഞ പാപപുണ്യ കർമ്മങ്ങളും ആഗ്രഹങ്ങളും നിഗൂഢമായ നിൽക്കുന്ന നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ആ ഭൗതികതവാദി is not at all connected with any spiritual relations, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ആധ്യാത്മികമായ പാതയും പിന്തുടരാത്ത ഒരുവനും ഈ അദ്വൈത സിദ്ധാന്തം പറയുന്ന ആധ്യാത്മികവാദികളും ഇത് രണ്ടുപേരും ഒരുപോലെ അപരാധം ചെയ്യുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഭഗവത് പാദാംബുജം കാണാൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ സ്പഷ്ടമായിട്ട് ശ്രീല പ്രഭുപാദ് പറയുന്നത്.
സോ അത്തരം അപരാധികൾക്ക് ഭഗവാന്റെ പത്മപാദങ്ങൾ സ്വന്തം ഹൃദയത്തിൽ ദർശിക്കുവാനോ ഭഗവാന്റെ ഭക്തന്മാരെ ദർശിക്കുവാനോ കഴിയുകയില്ല. അതാണത്. തീർച്ചയായിട്ടും ഭഗവാന്റെ പാദങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഒരു ഭക്തന്റെ കൃപ കൂടാതെ അത് സാധിക്കുകയില്ല നമുക്ക്. ഒരു ഭഗവത് ഭക്തനാണ് നമ്മളെ ഗൈഡ് ചെയ്യേണ്ടത്, നമ്മളെ കാണിച്ചു തരേണ്ടത് ഭഗവാനിലേക്കുള്ള വഴി എന്താണ് എന്നുള്ള ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. സോ അങ്ങനെ ഭഗവത് ഭക്തനെ പോലും കാണാൻ സാധിക്കാത്ത ഒരു വ്യക്തികളാണ് ഇത്തരം അല്ലെങ്കിൽ ഈ പറഞ്ഞ 2 തരത്തിലുള്ള അപരാധികളെ കുറിച്ചുമാണ് പറയുന്നത്. അതിന് ചില പ്രഭുപാദ താഴെ 2 എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ആ 2 എക്സാമ്പിൾസ് എന്ന് പറഞ്ഞ ശാസ്ത്രത്തിൽ നിന്നുള്ള 2 എക്സാമ്പിൾസ്. ഒന്ന്, നളകുബേരന്മാര് അവര് ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരോട് ചെയ്യുന്ന അപരാധമാണ്. അവസാനം ആ ഭക്തൻ തന്നെ അല്ലെങ്കിൽ ഭഗവാൻ സാക്ഷാൽ നാരദമുനി തന്നെ അവർക്ക് മോക്ഷപ്രാപ്തിക്കുള്ള മാർഗം കൊടുക്കേണ്ടി വന്നു. അതേ നാരദമുനി അവിടെ ഒരു എന്താ പറയാ അതായത് ഒരു വേട്ടക്കാരന്റെയും രസകരമായ കഥ പറയുന്നുണ്ട്. ആ വേട്ടക്കാരന്റെ കഥ പറയുന്നത് അത് അദ്ദേഹത്തിന് അതേ ജന്മം തന്നെ അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തി കൊടുക്കാൻ, അതായത് ഒരു വേട്ടക്കാരൻ എന്ന് പറയുന്നത് അദ്ദേഹം നാരദമുനി ഒരു പ്രാവശ്യം വനത്തിൽ കൂടി പോകുമ്പോൾ ഒരു വേട്ടക്കാരൻ ഇങ്ങനെ പകുതി മുറിച്ചിട്ട് ഇങ്ങനെ കിടന്ന് പെടഞ്ഞ് മരിക്കുന്നത് കാണുകയാണ് ജീവി. അതിൽ ഇയാള് ആനന്ദം കൊള്ളുകയാണ്. സോ അത് അദ്ദേഹത്തിന്റെ നേച്ചർ, മീൻസ് ആ ഒരു വേട്ടക്കാരാണ് അദ്ദേഹം കാണുന്നത്. അപ്പൊ ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അപ്പം ആദ്യം ചോദിക്കും. പക്ഷെ അദ്ദേഹത്തിന് അതിന് അറിവില്ലായിരുന്നു. ആ വ്യക്തിക്ക് ഇത് ചെയ്യുന്നത് പാപമാണ്, അത് തെറ്റാണ് എന്നൊരു അറിവില്ലായിരുന്നു. പക്ഷെ നാരദമുനി അദ്ദേഹത്തിന് ദിവ്യജ്ഞാനം കൊടുത്തു. അല്ലെങ്കിൽ ദിവ്യജ്ഞാനം ഇൻ ദ സെൻസ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചതിന് ശേഷം അദ്ദേഹം അത് നിർത്തി. അതിനുശേഷം അടുത്ത പ്രാവശ്യം നാരദമുനി ആ വഴിക്ക് പോകുമ്പോൾ നാരദമുനി കാണുന്ന കാഴ്ച, അദ്ദേഹം ചാടി നടക്കുകയാണ്. നടക്കുന്നു. അപ്പൊ നാരദമുനി ചോദിച്ചു, നീ എന്തിനാ ചാടുന്നേ? പറഞ്ഞു, നാരദമുനി, ഇവിടെ ഞാൻ കാല് വെക്കുന്ന സ്ഥലത്ത് അവിടെ ഉറുമ്പ് ഉണ്ട്. ആ ഉറുമ്പിനെ ദ്രോഹിക്കാതെ ഞാൻ അപ്പുറത്തേക്ക് ചാടുകയാണ് എന്നാണ് പറഞ്ഞത്. സോ അതായത് എത്ര വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിച്ചത്. ദാറ്റ്സ് ബിക്കോസ് ഓഫ് നാരദമുനി, അല്ലെങ്കിൽ നാരദമുനിയുടെ അഡ്വൈസസ്. ഒരു ഭക്തന്റെ പ്രസൻസ് ആണ് അദ്ദേഹത്തിന് ആ ഒരു വ്യത്യാസം വരുത്തി കൊടുത്തത് ഹൃദയത്തിന്റെ ഉള്ളില്. അതേ സമയത്ത് അതേ നാരദമുനിയോടൊരു അപരാധം ചെയ്ത നളകുബേരന്മാർക്ക് കാലങ്ങളോളം വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത ജന്മം ഒരു വൃക്ഷമായിട്ട് എടുത്തിട്ട് എത്രയോ വർഷങ്ങൾ നിന്നതിന് ശേഷമാണ് അവർക്ക് ആ ശാപത്തിൽ നിന്ന് മോക്ഷം ലഭിച്ചത്. സോ ഭക്തന്മാരുടെ പ്രസൻസെ കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ ഭക്തന്മാരുടെ കൃപ ലഭിക്കുന്നത് വരെ ക്ഷമിച്ചു നിന്നാൽ അപരാധികൾക്കും ഭഗവാന്റെ പാതാരവിന്ദ ദർശനത്തിന് ഭാഗ്യമുണ്ടാവും. ഭഗവാൻ അതാണ് ഭക്തന്മാരുടെ ദർശനത്തിന് അല്ലെങ്കിൽ അവരുടെ കൃപയ്ക്ക് പ്രാപ്തമായാൽ. പക്ഷേ ഇതിലെ ഫസ്റ്റ് ലൈനിൽ പറഞ്ഞ പോയിന്റ് അവിടെ വളരെ ഇഫക്റ്റീവാണ്, അല്ലെങ്കിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇങ്ങനെ, അത്തരം അപരാധികൾക്ക് ഭഗവാന്റെ പത്മപാദങ്ങൾ സ്വയം ഹൃദയത്തിൽ ദർശിക്കുവാനോ ഭഗവാന്റെ ഭക്തന്മാരെ ദർശിക്കുവാനോ കഴിയില്ല. സോ ഈ 2 അപരാധങ്ങളും, 2 ഭൗതികവാദികളും അദ്വൈതവാദികളും 2 പേരും ചെയ്യുന്ന അപരാധങ്ങൾ ഒരുപോലെയാണ് എന്നതിന് മുമ്പത്തെ ഭാഗത്തിൽ നമ്മൾ കണ്ടു. സോ ഇറ്റ്സ് റിയലി ഒഫെൻസീവ്. അപ്പോ എത്രമാത്രം അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് റിയലി വെരി വെരി ലക്കി വി ആർ. നമ്മൾ ഒരുപാട് സൗഭാഗ്യം ലഭിച്ചവരാണ്. നമ്മൾക്ക് ഈ ഒരു ഭാവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഭാഗവത്തിന്റെ ആ യഥാർത്ഥ അർത്ഥത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് വളരെ ഒരു സൗഭാഗ്യമാണ് നമുക്ക് ഈ ഒരു ജന്മം ലഭിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ഈ ശ്ലോകത്തിൽ നമുക്ക് 2 ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2 പോർഷനായിട്ട് നമുക്ക് ഇതിനെ തിരിക്കുകയാണെങ്കിൽ, സോ ഒരു അസദ് വൃത്തിഭിർ എന്നൊരു വാക്ക് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നു. അസദ് വൃത്തിഭിർ എന്ന് പറഞ്ഞാൽ ഭൗതികപരമായ അല്ലെങ്കിൽ ഭൗതിക ശക്തിയാൽ പ്രേരിതരായവർ. അതാണ് അസത്ത്. അസത്ത് എന്ന് പറയുമ്പോൾ, സത്ത് എന്ന് പറഞ്ഞാൽ ആധ്യാത്മികപരമായിട്ടുള്ളത്, അസത്ത് എന്ന് പറയുമ്പോൾ ഈ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇത് അസത്ത് എന്ന് പറഞ്ഞാൽ ടെമ്പററി അല്ലെങ്കിൽ താത്കാലികമായിട്ടുള്ളത് എന്നുള്ള ഒരു അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഭൗതികപരമായ വാദികൾക്ക് ഭഗവാനെ തിരിച്ചറിയാൻ സാധിക്കത്തില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ആർ എൻഗ്രോസ്ഡ് വിത്ത് മെറ്റീരിയൽ ആക്ടിവിറ്റീസ് ആൻഡ് തോട്ട്സ്.
മെറ്റീരിയൽ അല്ലെങ്കിൽ ഭൗതികപരമായ ചിന്തയോ തോന്നലോ ഉണ്ടാകുന്നത് ശാസ്ത്രം ഒരിക്കലും പറയുന്നില്ല അത് അപരാധമാണ് എന്ന്. പക്ഷെ ബീയിങ് ഇൻ ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ഇത് മനസ്സിലാക്കിയതിന് ശേഷവും അതിൽ തന്നെ ഇരിക്കുന്നതാണ് ഏറ്റവും ദോഷം. അപ്പൊ നമ്മള് നാമാമൃതത്തിൽ നമ്മൾ ഇന്ന് രാവിലെയും പ്രഭു പറയുന്നത് കേട്ടു, ഭഗവത് നാമപ്രഭുവിനോട് പ്രാർത്ഥിക്കാം നമുക്ക് നല്ല രീതിയിൽ വളരെ ശ്രദ്ധയോടുകൂടി നാമം ജപിക്കുന്നതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. നാമം ജപിക്കുന്ന സമയത്ത് നമുക്ക് അനേകം ചിന്തകൾ വരും. ചിന്തകൾ വരുന്നത് ഒരു തെറ്റല്ല. മുമ്പ് പറഞ്ഞ പോലെ ജന്മജന്മാന്തരങ്ങൾ കോടിക്കണക്കിന് ജന്മങ്ങളിലായിട്ട് നമ്മൾ ചിന്തിച്ചു കൂട്ടിയ അല്ലെങ്കിൽ ചെയ്തു കൂട്ടിയ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ഇരിക്കുക. അതൊക്കെ തികട്ടി വരും. തികട്ടി വന്നു കഴിഞ്ഞാല് നമ്മൾ അതിൽ തന്നെ ഹാങ് ഓൺ ചെയ്യുന്നതാണ് പ്രശ്നം. ഒരു ചിന്ത വന്നു, ജസ്റ്റ് ലീവ് ഇറ്റ്. യെസ്, കെയിം, ഇറ്റ് വെന്റ്. അതിനെ കംപ്ലീറ്റ് ഇഗ്നോർ ചെയ്യുക. ഇഗ്നോർ ചെയ്യുക വെച്ചാൽ അത് വന്ന് അത് വെളിയിൽ പൊയ്ക്കൊള്ളട്ടെ. ഇപ്പൊ സപ്പോസ് പറയുകയാണ്, നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുക, എനിക്കൊരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു. സപ്പോസ് എക്സാമ്പിൾ പറയുക, ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ. യെസ്, ലോട്ടറി അടിച്ചാൽ എന്ത് ചെയ്യാൻ, കിട്ടിയാൽ നമുക്ക് അന്നേരം ആലോചിക്കാം എന്ത് ചെയ്യണമെന്ന്. ഫിനിഷ്. ആ തോട്ട് വിട്ടു. വി കണ്ടിന്യൂഡ് വിത്ത് ചാൻഡിങ്. ഭഗവാന്റെ നാമം ജപിക്കുന്നതിനെ കുറിച്ച് കണ്ടിന്യൂ ചെയ്തു. ദാറ്റ്സ് ഫൈൻ. പക്ഷേ ഒരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ ആ പൈസ ലോട്ടറി അത് സൂക്ഷിച്ചു വെക്കണം. അതുകൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടെ വേണം. കാരണം മറ്റുള്ളവരാരും അറിയരുത്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നിടം വരെ മറ്റുള്ളവരാരും അറിയരുത്. കാരണം അറിഞ്ഞാൽ ഒരുപക്ഷെ മോഷ്ടാക്കൾ വന്ന് എന്നെ എന്തെങ്കിലും അറ്റാക്ക് ചെയ്ത് ഈ ലോട്ടറി ടിക്കറ്റ് എടുത്തുകൊണ്ട് പോയാലോ. അതുകൊണ്ട് ലെറ്റ് us keep it a secret. അത് ഈ ബാങ്കിൽ കൊണ്ട് ആരും അറിയാതെ ഡെപ്പോസിറ്റ് ചെയ്യണം. അതിനുശേഷം ഡിസ്ക്ലോസ് ചെയ്യണം, എനിക്കാണ് ലോട്ടറി അടിച്ചതെന്ന്. പത്രക്കാരൊക്കെ വരും, എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ ഒരുപാട് വരും, സഹായം അഭ്യർത്ഥിച്ച് ഒരുപാട് വരും. അവൻ വന്നാൽ ഞാൻ കൊടുക്കില്ല അവന് പൈസ. അവന് എന്നോട് പണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, സോ അവന് ഞാൻ പൈസ കൊടുക്കില്ല. പക്ഷെ ഇവർക്ക് കൊടുക്കണം, എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാം. ഇങ്ങനെ നമ്മൾ കാട് കയറി ചിന്തിച്ച് പോകുന്നതാണ് അപരാധം. സോ ബീയിങ് ഇൻ മെറ്റീരിയൽ എക്സിസ്റ്റൻസ് ഈസ് നോട്ട് ആൻ ഒഫൻസ്. സോ ഇൻ ദ സെൻസ് നമ്മൾ മെറ്റീരിയൽ എക്സിസ്റ്റൻസ് നമ്മളിപ്പോൾ വന്നു, അത് ഒരു അപരാധമാണ്. പക്ഷെ അതൊരു തെറ്റല്ല. പക്ഷെ നമ്മൾ അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതാണ് തെറ്റ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്ന കോണ്ടെക്സ്റ്റ് ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ ഇപ്പൊ നമ്മളിപ്പോ എന്തായാലും ഇതൊരു അപരാധം കൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ശരീരം സ്വീകരിച്ച് നമ്മളിവിടെ എത്തിയത്. വി കാനോട്ട് ഡു എനിത്തിങ് ഓൺ ദാറ്റ്. പക്ഷെ നമ്മൾ ഇവിടെ തന്നെ നിൽക്കാതെ ഇതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഭഗവത് ഭക്തന്മാരുടെ ആശ്രയത്തില് ശരണത്തിൽ പോയി നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. അതിൽ നമ്മൾ പ്രയത്നിക്കുന്നില്ല എങ്കിൽ ദാറ്റ് ബിക്കംസ് വെരി ഒഫൻസീവ്. അത് ഏറ്റവും വലിയ അപരാധമായിട്ട് മാറും. സോ ദാറ്റ് ഈസ് എ കോണ്ടെക്സ്റ്റ് ഹിയർ നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ എൻഗ്രോസ്ഡ് ഇൻ മെറ്റീരിയൽ ആക്ടിവിറ്റീസ്, അതുകൊണ്ടാണ് നമുക്ക് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കാത്തത്, കാറ്റഗറിയിൽ പെട്ടുപോകുന്നത് എന്നാണ് ദേവന്മാർ പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറി പറയുന്നത് എന്താണ്? ശുദ്ധമായ ഭക്തന്മാർ. അവരെ കുറിച്ചാണ് പറയുന്നത്. അവരെന്തുകൊണ്ടാണ് അങ്ങയുടെ കർമ്മങ്ങളുടെ അതീന്ദ്രിയ ആനന്ദം മാത്രം ലക്ഷ്യമാക്കുന്ന പരിശുദ്ധ ഭക്തൻ. സോ ഭൗതികമായ ഇതിൽ നമ്മൾ വന്നു. നൗ വി അണ്ടർസ്റ്റുഡ്, യെസ്, ദിസ് ഇസ് നോട്ട് അവർ പ്ലേസ്. നമ്മളിത് മിഥ്യാഹങ്കാരത്തിലാണ്. മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് നമ്മൾ മിഥ്യാഹങ്കാരത്തിലാണ്, ഞാൻ എൻ്റേത് എന്ന് ഞാൻ ചിന്തിച്ചു. But now the time is gone, finish. Now I'm realized, ഞാൻ റിയലൈസ് ചെയ്യുന്നു, ഇതല്ല യാഥാർത്ഥ്യം. അതുകൊണ്ട് let me think of the Lord. സ്മരണം അല്ലെങ്കിൽ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മളുടെ മനസ്സിനെ കംപ്ലീറ്റ് ഡൈവേർട്ട് ചെയ്യുന്നതിനായിട്ട്. അപ്പൊ ഭൗതികതയിൽ നമ്മൾ എൻഗ്രോസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളങ്ങ് മുഴുകിയിരിക്കുക, കംപ്ലീറ്റ്ലി മുഴുകിയിരിക്കുക. പക്ഷെ അങ്ങനെ മുഴുകിയിരിക്കുന്നതോടെ എന്ത് സംഭവിക്കും? വി ബിക്കം എൻഗേജ്ഡ് അല്ല, എൻഗേജ്ഡ്. ഓഫ് കോഴ്സ് എൻഗ്രോസ് എന്ന് പറയുമ്പോൾ നമ്മൾ എൻഗേജ്ഡ് ആണ്. എൻഗേജ്ഡ് പക്ഷെ
എൻകേജ്ഡ് ആവും, നമ്മളെ ആ കൂട്ടിൽ അടയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ആ എൻഗ്രോസ്ഡ് ആകുമ്പോൾ നമ്മൾ എൻകേജ്ഡ് ആവും, അതായത് ഈ ശരീരത്തിൽ നമ്മൾ കിടക്കേണ്ടി വരും, ഇതല്ലെങ്കിൽ മറ്റൊരു ശരീരത്തിലേക്ക് കിടക്കേണ്ടി വരും. പക്ഷെ അതേ സമയത്ത് ഇത് മനസ്സിലാക്കിയ ഒരു വ്യക്തി ഭഗവാന്റെ കഥകളെക്കുറിച്ച് കേൾക്കുകയും ഭഗവത് കാരുണ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ഭഗവാന്റെ അതീന്ദ്രിയമായ കർമ്മങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്ത ഒരു വ്യക്തി, ഹീസ് പ്യുവർ ഡിവോട്ടി, അദ്ദേഹം ഒരു ശുദ്ധ ഭക്തനാകുന്നു. ആ വ്യക്തിക്ക് ഭഗവാന്റെ പാതാരവിന്ദങ്ങളുടെ ദർശനം ലഭിക്കും. സോ അതിന് നമ്മൾ ഡയറക്ട്ലി ക്വാളിഫൈഡ് അല്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വി ഷുഡ് ഗോ ആൻഡ് ടേക്ക് ഷെൽട്ടർ ഓഫ് എ ഡിവോട്ടി. ഭഗവാന്റെ മറ്റൊരു ഭക്തന്റെ ശരണത്തില് അല്ലെങ്കിൽ ആശ്രയത്തിൽ നമുക്ക് പോകാൻ സാധിച്ചാൽ നമുക്ക് ആ ഒരു തലത്തിലേക്ക് നമുക്കും വരാനുള്ള സാധ്യതയുണ്ടാവും. സോ അതാണ് പറയുന്നത്, ആ അങ്ങയുടെ കർമ്മങ്ങളുടെ അതീന്ദ്രിയ ആനന്ദം മാത്രം ലക്ഷ്യമാക്കുന്ന പരിശുദ്ധ ഭക്തന്മാർക്ക് അവയുടെ ദർശനം സാധ്യമാകും. അതുകൊണ്ട് ശില പ്രഭുപാദ് ഭാവാർത്ഥത്തില് അസോസിയേഷൻ എന്ന ഭാഗം കൊണ്ടുവരാൻ കാരണം ഈ ഒരു ഭാഗം നമുക്ക് ഒറ്റയ്ക്ക് സാധിക്കത്തില്ല. നമുക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും കെട്ടിപ്പിടിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് വെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രയത്നം കൊണ്ട് ചെയ്യാനോ സാധിക്കുന്ന ഒന്നല്ല ഈ ഒരു പോർഷൻ. രണ്ടാമത്തെ പറയുന്ന കാര്യം, ഇറ്റ് ഈസ് ഡയറക്ട്ലി സെഡ്, ഓക്കെ, ആ ഭഗവാന്റെ അതീന്ദ്രിയ ആനന്ദത്തില് ശ്രദ്ധിക്കുന്നവൻ അല്ലെങ്കിൽ അതിന് മുഴുവൻ മുഴുകിയിരിക്കുന്ന ഒരുവന് ഇത് ലക്ഷ്യമാകും, ദാറ്റ്സ് ക്ലിയർ. പക്ഷെ ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് ഉയരണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ഓൺലി ഹാപ്പൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അനദർ ഡിവോട്ടി. മറ്റൊരു ഭക്തന്റെ സഹായത്തോടുകൂടി മാത്രമേ നമുക്കത് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ശില പ്രഭുപാദ് നാരദ മുനിയുടെ 2 എക്സാമ്പിളുകൾ പറഞ്ഞ് നമുക്ക് ആ ഒരു പോയിന്റ് മനസ്സിലാക്കും. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ. നമുക്കത് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? രുക്മിണിമാതി മുമ്പേ കൈ ഉയർത്തിയതാണോ അതോ ഇപ്പം പിന്നീട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാണ്ട് കൈ ഉയർത്തിയതാണോ? പിന്നെ ചോദിക്കാനായിട്ടാ പ്രഭു ഹരേഷ്ണ, ഭഗവാനും ജീവാത്മാവും ഒന്നുപോലെയുമാണെന്ന വാദമാണ് ഏറ്റവും വലിയ അപരാധം. അപ്പം പ്രഭുജി, ഈ തത്വമസി എന്ന് പറയുന്നത് ഇതുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയും. അതാണ് മാതാജി, ഈ തത്വമസി എന്ന് പറയുമ്പോ അതിനകത്ത് ഒരു റോങ് മീനിങ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കതിനെ 2 രീതിയിൽ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ആയുർവേദത്തില് ഒരു സ്ലോഗൻ ഉണ്ട്, ഒരു യൂസേജ് ഉണ്ട്, ഉഷ്ണം ഉഷ്ണേന ശാന്തി. ഉഷ്ണം ഉഷ്ണേന ശാന്തി എത്രമാത്രം പ്രാക്ടിക്കലി നമുക്കത് സാധിക്കുമോ? മലയാളത്തിൽ മറ്റൊരു പഴഞ്ചൊല്ല് പറയാം, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാൻ സാധിക്കും എന്ന്, അല്ലെ, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാൻ സാധിക്കത്തുള്ളൂ, അത് കറക്റ്റാണ്. ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് നല്ല ചൂടുവെള്ളം കൊണ്ട് തന്നാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? നമുക്ക് നമ്മുടെ ചൂട് കുറയുമോ? അല്ലെങ്കിൽ അതോ അതിനെ ഞാൻ മറ്റൊരു രീതി വായിക്കുകയാണ്, ഉഷ്ണം ഉഷ്ണേ ന ശാന്തി എന്ന് ഞാൻ വായിക്കുകയാണെങ്കിൽ അത് തെറ്റാണോ? സോ ഇത് കോണ്ടെക്സ്ച്വൽ ആണത്, അതായത് അല്ലെങ്കിൽ സർക്കംസ്റ്റാൻഷ്യൽ ആണ്. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അത് വ്യത്യാസപ്പെടും എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു പറഞ്ഞ കാര്യം തത്വമസി വ്യത്യാസപ്പെടും എന്നല്ലേ ഞാൻ പറഞ്ഞേ. സോ തത് ത്വം അസി എന്ന് പറഞ്ഞാൽ അത് നീ ആകുന്നു, അത് നീ ആകുന്നു എന്ന് അവിടെ ഇപ്പൊ ശബരിമലയിലെ ഇതിലാണ് ഇപ്പം ഏറ്റവും ഫേമസ് ആയിരുന്നത് തത്വമസി. ദർ ഇസ് നത്തിങ് നോട്ട് ഓൺലി വിത്ത് ശബരിമല, അത് വേറൊരു സത്യം. ഇപ്പൊ ശബരിമലയിൽ ചെല്ലുന്ന ഒരു വ്യക്തി വായിക്കുകയാണ് തത്വമസി, അത് അയ്യപ്പൻ പറയുകയാണ് അത് നീ ആകുന്നു. സോ അത് ഞാൻ തന്നെയല്ലേ, എന്നിൽ തന്നെയല്ലേ ദൈവം എന്റെ ഉള്ളിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ദൈവം എന്നാണ് അർത്ഥം പറയുന്നത്. പക്ഷെ ഞാനാണത് വായിക്കുന്നതെങ്കിലോ, ഞാൻ വായിക്കുകയാണ് തത്വമസി, അത് നീ ആകുന്നു. എന്താണ് അത് തെറ്റ്? അത് ഞാൻ വായിക്കുക തത്വം അസി, ഭഗവാനെ അല്ലെങ്കിൽ കൃഷ്ണ അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന് പറയാം, ഞാൻ എന്ത് അന്വേഷിച്ചു വന്നോ അത് നീ ആകുന്നു അയ്യപ്പ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് തെറ്റെന്താണ്? സോ തെറ്റില്ല. അപ്പൊ ഇതിനെ റോങ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക. അപ്പം അത് അയ്യപ്പൻ പറയുകയാണ് നീ എന്ത് അന്വേഷിച്ചു വന്നോ അത് നീ തന്നെയാണ്, നിന്നിൽ തന്നെയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യപ്പ സ്വാമി എന്ന് വിളിക്കുന്നത്, സോ എല്ലാം ഒന്നാണ് എന്ന് ഒരു റോങ് ഇന്റർപ്രിട്ടേഷൻ നമുക്ക് കൊണ്ട് തന്നതാ. തത്വം അസി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ അന്വേഷിക്കുന്നത് അത് അവിടെയാണ്, അത് ഭഗവാനാണ്, അതാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം. സോ
ഈവൻ ഇപ്പൊ ആ പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ തന്നെ ചിന്തിക്കുന്നതിലും ഒരു പരിധി വരെ സത്യമാണ്. കാരണം നമ്മൾ ഭഗവാന്റെ അംശമാണ്. നമ്മൾ ഭഗവാന്റെ അംശം ആകുന്ന സ്ഥിതിയിൽ there are two things. നമ്മൾ പല ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ്. ക്വാളിറ്റേറ്റീവിലെയും ക്വാണ്ടിറ്റേറ്റീവിലെയും. ക്വാളിറ്റേറ്റീവിലെ അല്ലെങ്കിൽ ഗുണപരമായി നോക്കിയാൽ നമ്മൾ ഭഗവാന്റെ അംശമാണ്. നമുക്കും ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും നമുക്കുണ്ട്. എല്ലാ ഗുണങ്ങളും. നമുക്ക് സ്നേഹിക്കണമെന്നും സ്നേഹിക്കപ്പെടണം എന്നും നമുക്ക് ആഗ്രഹങ്ങളില്ലേ? ഉണ്ടോ ഇല്ലയോ? സ്നേഹിക്കണമെന്നും സ്നേഹിക്കപ്പെടണം എന്നും ആഗ്രഹം നമുക്കുണ്ടോ? ഉണ്ട് ഉണ്ട്. ആ ക്വാളിറ്റി വന്നത് ഭഗവാനിൽ നിന്നാണ്. ഭഗവാന് സ്നേഹിക്കണമെന്നും ഭഗവാനെ സ്നേഹിക്കപ്പെടണം എന്നും ആഗ്രഹം ഭഗവാനുമുണ്ട്. ഭഗവാന്റെ അംശമായതുകൊണ്ട് നമുക്ക് ആ ഗുണമുണ്ട്. മോഷ്ടിക്കണം എന്ന് തോന്നിയിരിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? എപ്പോഴെങ്കിലും എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പഴമെങ്കിലും മോഷ്ടിച്ചിരിക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ മോഷ്ടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഞാൻ മോഷ്ടിച്ച് കഴിച്ചിട്ടുണ്ട് പഴമൊക്കെ. പഴം ഉപ്പേരി, പ്രത്യേകിച്ച് ചക്ക വരട്ടിയൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡബ്ബ തുറന്ന് ചക്ക വടിച്ചെടുത്തിട്ട് എന്നിട്ട് അതേപോലെ സ്പൂൺ വെച്ച് ലെവൽ ചെയ്ത് വെക്കും. അമ്മ എടുത്തെന്ന് അറിയാതിരിക്കും. അമ്മയ്ക്ക് അറിയാം, പക്ഷെ എങ്കിലും നമ്മള് അത് ചെയ്യുമ്പോൾ ഒരു രസമാണത്, അല്ലെ? അത് ചെയ്തില്ലെങ്കിലാണ് രസമില്ലാത്തത്. സോ ആ ഒരു തോന്നല് ഈവൻ ചില സമയങ്ങളില് ചുമ്മാ തമാശ രൂപേണയാണെങ്കിലും ഈവൻ ബീങ് ഹോണസ്റ്റ്, നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്ന ചിന്തിക്കുക. ഏകാദശി ദിവസം നമുക്കറിയാം നമുക്ക് ഇന്ന ഗ്രെയിൻസ് കഴിക്കാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ വേർ ലീവ് ഇറ്റ്, ഏകാദശിയെ കുറിച്ച് വിടുക. ഒരു ദിവസം നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുക. ഒരു ദിവസം തീർച്ചയായിട്ടും നമ്മൾ ധാരാളം യാത്ര ചെയ്യുന്നതാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ചായ, വട, ബജ്ജി ഇതൊക്കെ കൊണ്ടുപോകും. ആ സ്മെല്ലടിക്കുമ്പോൾ തീർച്ചയായിട്ടും 101% വായിൽ വെള്ളം വരും. പക്ഷേ നമ്മുടെ മനസ്സ് പറയുന്നു നോ, ഇത് അൺഓഫേർഡ് ആണ്, ഇത് നോൺ ഡിവോട്ടീസ് കുക്ക് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇതിനത് മുഴുവൻ കർമ്മമാണ്, കഴിക്കാൻ പാടില്ല, ഭഗവത് പ്രസാദം അല്ലാതെ കഴിക്കാൻ പാടില്ല എന്ന് നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് അവിടെ ഒരു അപ്പൊ അയാൾക്ക് നമ്മളെ നിർബന്ധിച്ച് നമ്മുടെ വായി കൊണ്ട് വെച്ച് തരാനൊന്നും പറ്റത്തില്ല. വി ഡു കൺട്രോൾ. ഏകാദശി ദിവസവും ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ ഐസ്ക്രീം ഒക്കെ നിർജ്ജലമൊക്കെ നോക്കുകയാണെങ്കിൽ ഐസ്ക്രീം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ തോന്നും. പക്ഷെ വി കൺട്രോൾ അവേഴ്സ്. ഞാൻ പറഞ്ഞത് ഇതൊരു ചീറ്റിംഗ് ആണ്, ചെറിയ രീതി ചീറ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ മോഷണം എന്ന് പറയുന്നത് നമുക്കൊരു ചെറിയ ടെൻഡൻസി നമ്മളിലുണ്ട്. ഉണ്ടോ ഇല്ലയോ? എത്ര പേർക്ക് ആ തോന്നലുണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും ഒക്കെ? ആ ടെൻഡൻസി പോലും നമുക്ക് കിട്ടിയത് എവിടുന്ന? ഭഗവാനിൽ നിന്നാ. ഈസ് എ മാഖൻ ചോർ, ഈസ് എ ചിത്തച്ചോർ. സോ നമ്മൾക്ക് ഈ തോന്നലുകൾ ഉണ്ടാകുന്നതിന് ഒരു തെറ്റുമില്ല, ബിക്കോസ് വി ആർ ഒറിജിനലി ഫ്രം ദേർ. പക്ഷേ ഭഗവാൻ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഹി ഈസ് എ സുപ്രീം. അദ്ദേഹം വിഭുവാണ്, നമ്മൾ അണുവാണ്. സോ ആ ഒരു ചെറിയ ക്വാളിറ്റി വൈസ് നോക്കിയാൽ വി ആർ വൺ വിത്ത് ദ ലോർഡ്. നമ്മൾ സെയിം, നമ്മളും ഭഗവാനാണ് ക്വാളിറ്റേറ്റീവ്ലി. പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ്ലി എങ്ങനെയാണ്? ഹി ഈസ് ദ വിഭു ആൻഡ് വി ആർ അണു. വി ആർ വെരി വെരി സ്മോൾ. അപ്പോ രണ്ട് രീതിയിലും ഒരുപോലെ ആകുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം വി ആർ ഗോഡ്. പക്ഷെ നമുക്ക് ഒരിക്കലും അതാകാൻ സാധിക്കത്തില്ല. അതിനെപ്പോഴും പറയാറുള്ള എക്സാമ്പിളാണ്, ഒരു കടൽ തീരത്ത് പോയി നിന്നിട്ട് ഒരു സൂചി വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ പൊക്കി എടുത്തു കഴിയുമ്പോൾ ആ സൂചിയുടെ അറ്റത്ത് ഒരു ഡ്രോപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു അല്പം വെള്ളം ഉണ്ടാവും. ആ വെള്ളം ചെന്ന് ലാബിൽ പോയി പരിശോധിച്ചു കഴിഞ്ഞാൽ കടലിലെ വെള്ളത്തിന്റെ എല്ലാ ഗുണങ്ങളും ആ ഒരു മൈന്യൂട്ട് പാർട്ടിക്കിൾ വെള്ളത്തിലുണ്ട്. മോളിക്യൂൾസ് എല്ലാം സെയിം ഡിറ്റോ ആയിരിക്കും. ആ കടലിലെ വെള്ളത്തിന്റെ എല്ലാ ഗുണങ്ങളും ഈ പറഞ്ഞ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയൊരു പോർഷനിലുണ്ട്. പക്ഷെ ആർക്ക് പറയാൻ സാധിക്കും ഈ വെള്ളമാണ് കടൽ എന്ന്? അങ്ങനെ പറയുന്നതിന് നമ്മൾ സാധാരണ ഒരു വ്യക്തിയായിട്ട് നമ്മൾ കരുതില്ല. ഹി ഹാസ് ഗോട്ട് സം അബ്നോർമൽ കണ്ടീഷൻ എന്നേ നമ്മൾ പറയുള്ളൂ. അങ്ങനെ ഒരാൾ പറയുകയാണ്, നമ്മൾ എന്താണ് ഈ ധരിക്കുന്ന ആളിനെ കുറിച്ചിട്ട് ഈ വെള്ളമാണ് കടല് എന്ന് പറയുക. എന്തായിരിക്കും നമ്മൾ ആളിനെ കുറിച്ച് ചിന്തിക്കുന്നത്?
വട്ടാണെന്ന് പറയും. കറക്റ്റ് വട്ടാന്ന് പറയും പ്രഭു. കറക്റ്റ് വട്ടാണെന്ന് പറയും. സെയിം സിറ്റുവേഷൻ ആണ് ഞാനും ദൈവമാണെന്ന് പറഞ്ഞാൽ I am even lesser than that small particle of water. ഞാൻ ആ ചെറിയ ഭഗവാനും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്മോൾ പാർട്ടിക്കിൾ വെള്ളത്തിന്റെ കടൽ വെള്ളത്തിന്റെ അത് പറഞ്ഞതിനേക്കാളും ചെറുതാ ഞാൻ. പിന്നെ ഹൗ ക്യാൻ ഐ സേ ദാറ്റ് ഐ ആം ദ ലോർഡ്, ഐ ആം ദ ഗോഡ്? അപ്പൊ എനിക്ക് വട്ടമെന്നല്ലേ പറയണേ അങ്ങനെ പറഞ്ഞാൽ? ഇറ്റ് ഇസ് സിമ്പിൾ ഫിലോസഫി. അപ്പോ അതൊരിക്കലും സാധ്യമല്ല. സോ ക്വാളിറ്റേറ്റീവ്ലി യെസ്, വി ഹാവ് ഓൾ ദ ക്വാളിറ്റീസ്. നമുക്ക് അതാണ് ഭഗവാനും നമ്മളും തമ്മിലുള്ള ആ എറ്റേണൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് കാണിക്കുക. ഞാൻ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അത് വളരെ സിമ്പിൾ ആണ്, പക്ഷേങ്കിൽ അത് ഹൈലി ഇതുള്ള ഒരു ഇതാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നതിൽ കൂടുതലും തീർച്ചയായിട്ടും അമ്മമാരാണ്, മാതാജിമാരാണ് ഇരിക്കുന്നത്. മാതാജിമാരെല്ലാവരും, നിങ്ങളെല്ലാവരും അമ്മമാർ കൂടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികളും ഒക്കെ ഉള്ളതാണ്. നിങ്ങൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പോയി കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ ഗർഭിണിയായിരുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള കുട്ടി വേണമെന്നാണ് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം തോന്നിയത്? എങ്ങനെയുള്ള കുട്ടി വേണമെന്ന് ആഗ്രഹിച്ചത്? ഭഗവാനെ കണ്ണനെ പോലെ എല്ലാവരുടെയും മനസ്സിൽ ഈവൻ ഞാൻ ചോദിച്ചിരിക്കുന്ന പല ആൾക്കാരും, ചില ആൾക്കാർ ഇങ്ങനെ ഒരു തർക്കുത്തരത്തിന് വേണ്ടിയിട്ട് പറയുമെന്നല്ലാതെ, നമ്മളുടെ ഉള്ളിൽ കണ്ണനെ പോലെ കളിച്ച് നടക്കുന്ന, കുസൃതിയോടുകൂടി കളിച്ച് നടക്കുന്ന ആ ഒരു കുട്ടി, ഉണ്ണിക്കണ്ണനെയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഉണ്ടാവുന്നത്. ഈവൻ ടു ദ നെക്സ്റ്റ് ലെവൽ പോവുകയാണെങ്കിൽ, നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഒരാളോട് തോന്നുമ്പോൾ, ഈവൻ പറയുമ്പോൾ ആർക്കും നാണക്കേടും തോന്നുന്നുണ്ട്, ഈവൻ നിങ്ങളുടെ ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയോട് കൂടുതൽ സ്നേഹം ഹൃദയത്തിൽ സ്നേഹം തുളുമ്പുമ്പോൾ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഡിഫറെന്റ്. എന്ത് പേരിലാണ് നിങ്ങൾ വിളിക്കുന്ന ആളിനെ? നിങ്ങളുടെ മകളെയോ മകനെയോ ആയിക്കോട്ടെ, മകളാണെങ്കിൽ പോലും ആ മകളോട് കൂടുതൽ സ്നേഹം വരുമ്പോൾ നിങ്ങൾ എന്ത് പേരാ വിളിക്കുന്നത്? ഏറ്റവും പീക്ക് സ്നേഹം വരുമ്പോൾ കണ്ണാന്ന് വിളിക്കും അല്ലെ? എല്ലാവരും എഗ്രി ചെയ്യുന്നുണ്ടോ? എല്ലാവരും അത് എഗ്രി ചെയ്യുന്നുണ്ടോ? അതോ ചില ആൾക്കാർ എന്തെങ്കിലും ഒരു എതിർപ്പുണ്ടോ ഞാൻ ഈ പറഞ്ഞ പോയിന്റില്? എന്തുകൊണ്ടാണ് അത് വരുന്നത്? ബിക്കോസ് കൃഷ്ണ ഈസ് ദ സിംബൽ ഓഫ് ലവ്. കൃഷ്ണ ഈസ് ദ സിംബൽ ഓഫ് ലവ്. ഏറ്റവും ഹയസ്റ്റ് സ്നേഹത്തിന്റെ പ്രതിനിധിയാണ്, സ്നേഹമാണ് ഭഗവാൻ. ആ ഒരു ക്വാളിറ്റി നമ്മളിൽ ഉള്ളത് കൊണ്ടാണല്ലേ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നത്. ഇതിൽ പരം വേറെ എന്താ വേണ്ടത്? സോ ക്വാളിറ്റേറ്റീവ്ലി വി ആർ ഡെഫിനറ്റ്ലി വൺ വിത്ത് ദ ലോർഡ്, ബട്ട് ക്വാണ്ടിറ്റേറ്റീവ്ലി വി ആർ നോട്ട്. ആ ഒരു കോണ്ടെക്സ്റ്റ്, ആ ഒരു അർത്ഥമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണോ രുക്മിണി മാതാജി? ക്ലിയർ ആയി പ്രഭുജി, ക്ലിയർ ആയി. ഹരേ കൃഷ്ണ. സോ തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ എന്ത് അന്വേഷിക്കുന്നതോ അത് ഭഗവാനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ ഭഗവാൻ പറയുമല്ല തത്വമസി നമ്മളല്ലേ, വേദം വായിക്കുന്നത് നമ്മളല്ലേ, നമ്മൾ വായിക്കേണ്ടതല്ലേ വേദങ്ങൾ. ഭഗവാനും പറയേണ്ടതാണോ വേദങ്ങൾ? ഭഗവാൻ പറഞ്ഞു തന്നതാണ്, ഭഗവാൻ പറഞ്ഞു തന്നു, ഇറ്റ് ഈസ് ഫോർ യു. സോ അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ that is the Lord himself is തത്വമസി, അതായത് ഭഗവാനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത് എന്നുള്ളതാണ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഹരേ കൃഷ്ണ പ്രഭുജി. അതുപോലെ മനസ്സിനെ ഏകാഗ്രമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം കളഞ്ഞിട്ട് ഭഗവാൻ മാത്രം എന്നുള്ള ചിന്ത, അതാണോ ഏകാഗ്രം? നമ്മൾ ഏകാഗ്രത വരുന്ന കേട്ടിട്ടുണ്ടെങ്കിലും കറക്റ്റ് ആയിട്ട് അർത്ഥം ഇത് തന്നെയാണോ എന്ന് ചോദിക്കുക. മതജി ഒന്നുകൂടെ ചോദിച്ചോട്ടെ, എന്താണ്? നമ്മൾ ഇതിനകത്ത് മനസ്സിനെ ഏകാഗ്രമാക്കുവാനും തദ്വാര, അതായത് ഏകാഗ്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ ഭൗതിക ചിന്തകളെല്ലാം കളഞ്ഞിട്ട് ഭഗവാന്റെ മാത്രമുള്ള ചിന്ത, അതല്ലേ? കറക്റ്റ്. അതായത് അത് പറയാ അനന്യാശ്ചിന്തയന്തോം, മറ്റ് യാതൊരു ചിന്തയും ഇല്ലാതെ എനിക്ക് ഒരേ ഒരു പോയിന്റ് ചിന്തിക്കാനുള്ളൂ, ദാറ്റ് ഈസ് കൃഷ്ണാസ് ലോട്ടസ് ഫീറ്റ്. ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ കുറിച്ച് മാത്രമേ എനിക്ക് ചിന്തിക്കാനുള്ളൂ, മറ്റൊന്നിനെ കുറിച്ച് എനിക്ക് അനന്യാശ്ചിന്തയന്തോമാം, മറ്റ് ചിന്തകളൊന്നുമില്ല. അത് ഏകാഗ്രം, ഒറ്റ ഏകം എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രം. 24/7 നമുക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ദാറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ അതിന് മറ്റൊരു മാർഗം പറഞ്ഞു തന്നത്, ഡു യുവർ ഡ്യൂട്ടി തിങ്കിങ് ഓഫ് മീ. നീ കർത്തവ്യങ്ങൾ നീ ചെയ്തുകൊള്ളൂ, നീ ചെയ്യാനുള്ള കർമ്മം. ഭഗവാൻ അർജുനോട് പറഞ്ഞ എന്താണ്? മാം അനുസ്മര യുദ്ധജ. അർജുന, നീ യുദ്ധം ചെയ്യണം, പക്ഷെ നീ എന്നെ ഓർത്തുകൊള്ളുക.
അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ യത് കരോഷി യദശ്നാസി യജ്ജുഘോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത്കുരുഷ്വ മതർപ്പണം. നമ്മൾ വീട്ടിൽ പൊട്ടറ്റോ കട്ട് ചെയ്യുക, അരി കഴുകുകയാണ്. ആ അരി കഴുകുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് കോൺഷ്യസ് ആണ്, ഇത് ഞാൻ കുക്ക് ചെയ്യുന്നത് എൻ്റെ ഭഗവാന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഭഗവാന് വേണ്ടി ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ ചിട്ടയോടുകൂടി എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മള് നേരത്തെ ഇതുവഴിയൊക്കെ ഞാൻ എൻ്റെ വീട്ടില് ബിഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് വരുന്നതിന് മുൻപ് അമ്മ തേങ്ങ തിരുമുന്ന സമയത്ത് എടുത്തൊരിച്ചെടുത്ത് വായിലെടുത്തിടും. അമ്മ പറയും, എടാ നീ തിരുമുന്ന സമയത്ത് തേങ്ങ തിന്ന നിന്റെ കല്യാണത്തിന് മഴ പെയ്യും. തേങ്ങ തിന്നാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സിസ്റ്റം ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് നമുക്കത് തോന്നത്തേ ഇല്ല. കാരണം ഞാൻ ഇത് ഭഗവാന് വേണ്ടിയാണ് ചെയ്യുന്നത്. ആദ്യം ഭഗവാൻ കഴിച്ചിട്ട് എനിക്ക് കഴിക്കാൻ പാടുള്ളൂ. സോ അപ്പം then you are കൃഷ്ണ കോൺഷ്യസ്. നിങ്ങൾ ഓൾറെഡി ഭഗവാന്റെ ചിന്തയിലാണ്. നിങ്ങൾ ഒരു പക്ഷേ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ കൃഷ്ണ 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 അങ്ങനെ ചെയ്ത ഏറ്റവും ബെസ്റ്റ്, നോ ഡൗട്ട്. പക്ഷെ അങ്ങനെ ചെയ്തില്ല എങ്കിൽ പോലും യു ആർ കംപ്ലീറ്റ്ലി കോൺഷ്യസ് ഓഫ് കൃഷ്ണ, ദാറ്റ് ഐ എം ഡൂയിങ് ദിസ് ഫോർ കൃഷ്ണ. അർജുനന് അമ്പയ്യാണ്, കർണൻ അപ്പുറത്തിരിക്കുന്ന കൃഷ്ണ 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 കൃഷ്ണ. നോ, ഹി ഡിഡ് നോട്ട് ഡു ദാറ്റ്. കാരണം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അടുത്ത അമ്പോ അർജുനന്റെ തലയും കൊണ്ട് പോകും. ഭഗവാനുണ്ട് സേഫ് ഗാർഡ് ചെയ്യാൻ, ദാറ്റ്സ് ഡിഫറെന്റ്. പക്ഷെ ഹി ഹാസ് ടു എയിം. ആ കറക്റ്റ് ഷാർപ്പ് എവിടെയാണ് ലക്ഷ്യം എന്നുള്ളത്, ആ ലക്ഷ്യത്തെ തന്നെ അദ്ദേഹം പോയിന്റ് ചെയ്യണം. ബട്ട് ഇൻ ഹിസ് ബിഹൈൻഡ് ബാക്ക് ഓഫ് ഹിസ് കോൺഷ്യസ്നസ്, ഐ എം ഡൂയിങ് ദിസ് ഫോർ കൃഷ്ണ. ഇതിനെയാണ് കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. അതിനാണ് ഏകാഗ്രം എന്ന് പറയുന്നത്. മനസ്സിലായോ മാതാജി? മനസ്സിലായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ്? ഹരേ കൃഷ്ണ ബ്രദർ. മോനെ കണ്ണാന്നാ വിളിക്കുന്നത്. മാതാജി അല്ല, മോനെ കണ്ണാന്നാണ് രണ്ടാമത്തെ ആളെ വിളിക്കാന്ന്. ആദ്യത്തെ ആളെ കണ്ണാന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോഴാണ് ഇവരുടെ ഞങ്ങളുടെ രണ്ടാളുടെയും പേര് വെച്ചിട്ടുള്ള പേരെന്ന് പറഞ്ഞിട്ട് മോനെ നന്ദു എന്ന് വിളിച്ചു. അപ്പൊ എന്റെ മനസ്സിലുണ്ട് എനിക്ക് എന്റെ കണ്ണനാന്ന് വിളിക്കണമെന്നുണ്ടല്ലോന്ന്. അപ്പൊ ഭഗവാൻ രണ്ടാമത് ആൺകുട്ടിയെ തന്നുണ്ട്. ഹരേ കൃഷ്ണ. കണ്ണാന്നാണ് വിളിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഹൃദയംഗമായി നന്ദി. വളരെ മനോഹരമായ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. യെസ്, എന്ത് ചോദ്യം പറയണ്ട പ്രഭു? എന്തെങ്കിലും പറയാനുണ്ടോ? ചെറിയ സംശയം കണ്ടു പ്രഭു. പറയണ്ട പ്രഭു. അതായത് തത്വമസി എന്ന് പറയുമ്പോഴേ നീ ആത്മാവാകുന്നു എന്നുള്ള ഒരു അർത്ഥം വരുന്നുണ്ടോ അവിടെ? തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ. നമ്മള് എങ്ങനെ അത് പറയുക? ഞാനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് അന്വേഷിക്കാം പ്രഭു. എന്താണ് നമ്മളുടെ ഇസ്കോണിന്റെ ഇതില് എങ്ങനെയാണ് അതിന്റെ പ്രോപ്പർ അർത്ഥം എടുക്കുക? ഞാൻ എവിടെയോ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് എക്സാക്ട്ലി എനിക്ക് അതിന് ഓർമ്മ വരുന്നില്ല. നീ ആത്മാവാകുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് അങ്ങനെ ഞാനതൊന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം പ്രഭു. ശരി പ്രഭു. കാരണം ഏതോ ഒരു ഗുരു തന്റെ മകന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കാണ് ഗുരുവിന്റെ പേര്. അതെ അതെ, അത് ഇതിലാണ് എന്താ പറയാ, എന്താ ഇതിന്റെ പേരെന്താണ്? എന്താ പറയാ, ഞാൻ ഒന്ന് നോക്കട്ടെ പ്രഭു. ആ ഒരു സ്ക്രിപ്ചറിന്റെ പേര് മറന്നുപോയി. അത് വരുന്നത് ചാണ്ഡോക്യ ഉപനിഷത്തിൽ പറയുന്നതാണ്. മഹാവാക്യ. ഞാൻ അതൊന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് പറയാം എന്താണ് എക്സാക്ട്ലി. നമ്മളുടെ ആചാര്യന്മാരോട് ആരുടെയും ചോദിച്ചിട്ട് അതിന്റെ എക്സാക്ട് നമുക്ക് എങ്ങനെ അതിനെ ഉദകമുനി സവേൽക്കാദ് എന്ന് പറഞ്ഞ മകന് പറഞ്ഞു കൊടുക്കുന്നതാണ് ചാണ്ഡോക്യ ഉപനിഷത്തില്. ഓക്കെ, വെരി ഗുഡ്. അത് കറക്റ്റ്. പക്ഷെ നമുക്ക് അതിന്റെ അർത്ഥം കൂടെ. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ആത്മാവാണെന്ന് പറയുന്നതാണോ?
ഹരേ കൃഷ്ണ പ്രഭു. അല്ല ഞാൻ ചോദിച്ചു നോട്ടോ പ്രഭു, ഒന്നും കൂടെ നോക്കിയിട്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ക്ലിയർ ആയി, ചെയ്യുന്ന നമുക്ക് ക്ലിയർ നന്നായി. ചെയ്യാം. ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, കാരണം പലരും ചോദിക്കുന്നുണ്ട് ഇതിന്റെ അർത്ഥേ അവിടെ ശരിയാണ്. തത്വമസിയിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. അത് കറക്റ്റ് ആണ്. അത് ശരി. അത് എപ്പോഴും എല്ലാവർക്കും ഉള്ള ഒരു സംശയം. അതുപോലെ തന്നെ ഈവൻ വേറൊരു വാക്കുണ്ട്, വേറൊരു ഇതുണ്ടല്ലോ, എന്താണ് ഈവൻ ഓം എന്ന് പറയുന്നത് തന്നെ, ഓം എന്ന് പറയുന്നത് തന്നെ ദാറ്റ് ആക്ച്വലി റെപ്രസെന്റ്സ് രാധ ആൻഡ് കൃഷ്ണ. രാധയും കൃഷ്ണനുമാണ് യഥാർത്ഥത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഓം സിലബിൾ. എല്ലാ മന്ത്രങ്ങളും തുടങ്ങുന്നത് അതിൽ നിന്നെയാണ്. ഞാൻ ഇതെന്തായാലും ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം പ്രഭു. ശരി പ്രഭു, ഹരേ കൃഷ്ണ പ്രഭു. ഓക്കെ, ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് പറയാനുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു, പ്രണാം. പ്രഭു, അത് പ്രണാമം. നീ ആ പരമാത്മാവിന്റെ ഒരു അംശമാണ് എന്നുള്ളതല്ലേ ആ തത്വമസി എന്ന് പറയുന്നത്? നമ്മൾ അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് യു, അത് നീ ആകുന്നു എന്ന് പറയുന്നത് നമ്മളെ ഭഗവാന്റെ അംശമാണ് എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം, ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം എന്താണ് നമ്മളുടെ പ്രോപ്പർ, നമ്മുടെ ആചാര്യന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാർ എന്താണ് അതിന് യഥാർത്ഥ അർത്ഥം നൽകുന്നതെന്ന് ഞാൻ ഒന്നുകൂടെ എൻക്വയറി ചെയ്യട്ടെ. ഞാൻ എവിടെയോ ക്ലാസ്സിൽ കേട്ടു, പക്ഷെ എനിക്ക് എക്സാക്ട്ലി ഓർമ്മ വരുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭു, അതുപോലെ അത് ഓം എന്ന് പറയുന്നത് ശാന്തോക്യോപനിഷത്തില് ഉദ്ദാലകൻ ശാതകനോട് പറയുന്നതാണ്. നീ ഗുരുകുലത്തിൽ നിന്ന് എന്ത് പഠിച്ചു എന്ന് കുട്ടിയോട് ചോദിക്കും. അപ്പൊ കുട്ടി അതിന് ഉത്തരം പറയുന്നില്ല. അപ്പൊ നീ ഒരു ആൽവൃക്ഷത്തിന്റെ കുരു എടുത്തിട്ട് വരാൻ പറയും. അങ്ങനെ ആ കുട്ടി ആ വൃക്ഷത്തിന്റെ കുരു എടുത്തിട്ട് വന്നിട്ട് ആകുമ്പോഴത്തേക്ക് അത് പൊട്ടിച്ചിട്ട് കാണിക്കും. ആ ഓരോ വിത്തും പറയും. എന്നിട്ട് കുട്ടിയോട് പറയും, ഇത് തന്നെയാണ് നിന്റെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മാവ് എന്ന് പറയും. ഒരു വലിയൊരു വൃക്ഷത്തിന്റെ ഇതാണല്ലോ എടുത്തിട്ട് വരുന്നത്, ഒരു ചെറിയ കായ്. അപ്പൊ ആ ചെറിയ കായിന്റെ അതിന്റെ ഉള്ളില് ഒരു കുഞ്ഞു വിത്തായിട്ടാണല്ലോ ഇരിക്കുന്നത്. ആ കുഞ്ഞു വിത്താണ് വളർന്നിട്ട് വലിയ വൃക്ഷമായിട്ട് മാറുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ് നിന്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവ് എന്ന് ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഉദ്ദാലകൻ ശാതകേതുവിനോട്. യെസ്, വെരി ഗുഡ്. അപ്പൊ അതാണ് അത് തന്നെ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ അത് തന്നെയാണ് ഡിസ്കസ് ചെയ്ത്. താങ്ക് യു ഫോർ ക്ലിയർ കഥ പറഞ്ഞു തന്നതിൽ സന്തോഷം. പിന്നെ ഇന്ദുചൂടൻ പ്രഭു അത് തന്നെയാണ് പറഞ്ഞത്. സോ അത് ക്ലിയർ ആണ്. അപ്പൊ ഞാൻ ചോദിച്ചത് നമ്മളുടെ ഇപ്പോ അതിനെ റോങ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് പോകുന്നതാണ് പ്രയാസം ഉണ്ടാവുന്നത്. ഈ ഒരു കോണ്ടെക്സ്റ്റ് നോക്കിയാൽ തീർച്ചയായിട്ടും നിന്റെ ഉള്ളിൽ ഇരിക്കുന്നു, പക്ഷെ അത് നീ ആകുന്നു എന്ന് പറയുമ്പോൾ അത് നിന്നുള്ള ആത്മാവാകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അപ്പൊ ഭഗവാനും നീയും ഒന്നാണ് എന്നുള്ള ഒരു അർത്ഥം വരുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്കൊന്നുകൂടെ ക്ലിയർ ആക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഭഗവാന്റെ ക്വാളിറ്റേറ്റീവ്ലി അംശമാകുന്നു എന്നുള്ളതാണ് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് വരേണ്ടത്. നമുക്ക് ഒരിക്കലും ഭഗവാൻ ആകാൻ സാധിക്കത്തില്ല. സോ ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണ്, മനസ്സിലാവുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഞാൻ ഒന്നുകൂടെ തന്നെ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. ഭഗവാൻ വലിയൊരു വൃക്ഷമാണ്. അതിനകത്തുള്ള ഒരു ചെറിയ വിത്ത്, അതിനുള്ളിൽ തന്നെ ഒരുപാട് വിത്തുകൾ. കറക്റ്റ്. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും കോൺട്രിബ്യൂഷനും പാർട്ടിസിപ്പേഷനും വളരെ ഹൃദയംഗമായ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ പ്രേയേഴ്സ് ഉണ്ടോ ഇന്നത്തെ ദിവസം?